വാർത്തയിലേക്ക് വിശദമായി. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെ രാജിക്കായി സമ്മർദ്ദം ഏറുന്നു. രഞ്ജിത്തിന്റെ ഗസ്റ്റ് ഹൌസിലെ ഔദ്യോഗിക വാഹനം മാറ്റി. ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ ബോർഡും നീക്കം ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് രാജി ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ഡാൻ കുര്യനും എസ് വിനേഷ് കുമാറുമുണ്ട്. ആദ്യം ഡാനിലേക്ക്. ഡാൻ, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നുള്ള രഞ്ജിത്തിന്റെ രാജിക്കായി സമ്മർദ്ദമേറുന്നു എന്ന വിവരങ്ങളാണ് വരുന്നത്. അതിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനമായിരിക്കും ഏറ്റവും പ്രധാനമെന്ന് വരുന്നു. എന്താണ് സർക്കാർ തലത്തിലെ നീക്കം? നമുക്കറിയാം, മന്ത്രിമാർ തന്നെ വീണ ജോർജും ആർ ബിന്ദുവും ഉൾപ്പെടെയുള്ളവർ രാജി സൂചനകൾ നൽകിക്കൊണ്ട് തന്നെ ഈ നടിയുടെ പരാതി നൽകിയ നടിക്കൊപ്പം എന്ന സൂചനകൾ നൽകിക്കൊണ്ട് തന്നെ രംഗത്തെത്തിയ സാഹചര്യമുണ്ട്. ആദ്യം പറഞ്ഞത് മന്ത്രി സജി ചെറിയാന് മാറ്റി പറയേണ്ടിയും വന്നിരിക്കുന്ന സാഹചര്യമുണ്ട്. എന്തൊക്കെയാണ് നീക്കം? രാജി ഇന്ന് തന്നെ ഉണ്ടാകുമോ? ബംഗാളി നടിയുടെ ഭാഗത്ത് നിന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ വന്ന വിവാദ പരാമർശങ്ങളാണ് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിവാദമായി രൂപം കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് രഞ്ജിത്തിനെതിരെ ഇപ്പോൾ അത്തരത്തിലൊരു നടപടിയുടെ കാര്യമുണ്ടോ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന തരത്തിൽ മന്ത്രി സജി ചെറിയാൻ രാവിലെ പ്രസ്താവന നടത്തിയത്. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ നിയമപരമായി ആ പരാതിയുമായി നടി മുമ്പോട്ട് പോയാൽ സ്വാഭാവികമായി അപ്പോൾ നടപടിയെക്കുറിച്ച് ആലോചിക്കാം. രാജ്യം കണ്ട പ്രഗത്ഭനായ ഒരു ചലച്ചിത്ര പ്രവർത്തകനാണ് രഞ്ജിത്ത് എന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ പരാമർശങ്ങൾ. സ്വാഭാവികമായി അത് പ്രതിപക്ഷ കക്ഷികൾ ഏറ്റുപിടിക്കുകയും തെരുവിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഏറ്റവും ഒടുവിൽ മന്ത്രി സജി ചെറിയാന് ഫേസ്ബുക്കിലൂടെ അദ്ദേഹത്തിന്റെ പ്രസ്താവന മാറ്റി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിനിടയിലാണ് മന്ത്രിസഭയിലെ തന്നെ 2 വനിതാ മന്ത്രിമാർ അവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് രഞ്ജിത്തിന് അധിക സമയം ഇനി ഇരിക്കാൻ കഴിയുകയില്ല. കാരണം സാഹചര്യങ്ങൾ അങ്ങനെയാണ്. രാഷ്ട്രീയ സമ്മർദ്ദം ഏറുകയാണ്. രഞ്ജിത്ത് ആ സ്ഥാനത്ത് മാറണമെന്ന ആവശ്യവുമായി അതുതന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അടക്കം ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടലുമായി കടന്നു വരാൻ ഇടയാക്കിയ സാഹചര്യവും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് മുഖ്യമന്ത്രി തന്നെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് മാറി നിൽക്കേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുന്ന സാഹചര്യമാണ്. പ്രതിഷേധം കനക്കുന്ന പശ്ചാത്തലമുണ്ട്. സ്വാഭാവികമായി രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചാൽ അത് സർക്കാരിന് മുഴുവൻ ചീത്തപ്പേരായി മാറും. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തി അധികാരത്തിലേറിയ ഒരു സർക്കാരാണ്. ആ സർക്കാർ ഇത്തരത്തിൽ ഒരു വിവാദമുണ്ടായിരിക്കുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചാൽ സർക്കാരിന്റെ സൽപ്പേരിനെ അത് ദോഷകരമായി ബാധിക്കുമെന്ന വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി നിലപാട് കടുപ്പിക്കുന്നത്. മുഖ്യമന്ത്രി ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ വൈകാതെ തന്നെ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചേക്കുമെന്ന തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ആ അഭ്യൂഹങ്ങൾക്ക് ആക്കം പകരുന്ന തരത്തിലാണ് വയനാട്ടിലെ റിസോർട്ടിൽ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് ആ റിസോർട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനത്തിൽ നിന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന ബോർഡ് മാറ്റുന്ന ഒരു പശ്ചാത്തലം കൂടി വന്നത് ഈ വിവരങ്ങൾ കൂടി അടിസ്ഥാനത്തിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം രഞ്ജിത്ത് എവിടേക്ക് യാത്ര ചെയ്താലും അദ്ദേഹത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധത്തിന് പ്രതിപക്ഷ യുവജന സംഘടനകൾ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കാനും ഇന്റലിജൻസ് നിർദ്ദേശം നൽകിയതായാണ് ലഭ്യമാകുന്ന വിവരം. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തുടരുക ഡാൻ. എസ് വിനേഷ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. വയനാട്ടിലെ ഗസ്റ്റ് ഹൌസിലാണ് രഞ്ജിത്ത് ഉള്ളത്. ഉച്ചയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്ന് ഔദ്യോഗിക വാഹനം പുറത്തേക്ക് പോവുകയും അതിന്റെ ബോർഡുകൾ മാറ്റുകയും ചെയ്തു എന്ന വിവരം പുറത്തുവരുന്നത്. വിനേഷ് അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനേഷ്, നമ്മളാണ് ആ വാർത്ത പുറത്തുവിട്ടത്. വാഹനത്തിന്റെ ബോർഡ് മാറ്റി ഔദ്യോഗിക വാഹനം പുറത്തേക്ക് പോയി. അതിനുശേഷവും ഇപ്പോൾ സ്ഥിരീകരണമൊന്നും തന്നെ വരുന്നില്ല. രാജിക്ക് സമ്മർദ്ദമുണ്ട്, രാജി ഉടൻ ഉണ്ടാകുമെന്ന സൂചനകൾ മാത്രമേ വരുന്നുള്ളൂ. അവിടെ നിന്ന് എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? രഞ്ജിത്ത് ഗസ്റ്റ് ഹൌസിൽ തന്നെ ഉണ്ട് എന്നാണോ നമുക്ക് ലഭിക്കുന്ന വിവരം? ഏതെങ്കിലും തരത്തിൽ കൂടുതൽ രാജി ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുന്ന എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? രേണുക, രഞ്ജിത്ത് അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒരുപക്ഷെ രഞ്ജിത്ത് മറ്റേതെങ്കിലും വഴിക്ക് പുറത്തേക്ക് പോയോ എന്നുള്ള കാര്യം നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിൽ പോലും രഞ്ജിത്ത് ഇന്നലെ വൈകുന്നേരം എത്തിയത് ഔദ്യോഗിക വാഹനത്തിലാണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ്റെ ബോർഡും ആ വാഹനത്തിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ രഞ്ജിത്തിൻ്റെ സുഹൃത്തുക്കൾ സഞ്ചരിച്ച ഒരു ഇന്നോവയും അതുപോലെ തന്നെ ഒരു ഓഫ് റോഡിൽ സഞ്ചരിക്കുന്ന ഒരു ജീപ്പും അതുപോലെ മറ്റ് 2 കാറുകളും ഇവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ഇവിടെയുണ്ട്. സാധാരണ നിലയിൽ നമുക്കറിയാം രഞ്ജിത്ത് അല്ലാതെ മറ്റാരും അങ്ങനെ അവിടെ വന്ന് താമസിക്കാറില്ല എന്നുള്ളതാണ്. രഞ്ജിത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് കൂടെ സുഹൃത്തുക്കൾ
സുഹൃത്തുക്കളും ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ രഞ്ജിത്ത് ഇന്നലെ എത്തിയതിന് ശേഷമാണ്, ഇന്ന് രാവിലെയാണ് രഞ്ജിത്ത് അവിടെ ഉണ്ട് എന്നുള്ള വിവരം അറിയുകയും അത് മാധ്യമപ്രവർത്തകർ അവിടെ എത്തുകയും ചെയ്തത്. പക്ഷേ ആദ്യം ഇവർ ഗേറ്റിൽ നിന്ന് ഉള്ളിലേക്ക് പോകാൻ അവിടെ അനുമതി ലഭിച്ചില്ല. പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ചുമായി എത്തിയതിന് പിന്നാലെയാണ് പിന്നീട് അവർക്ക് രഞ്ജിത്തിൻ്റെ വീട്ടിലേക്ക് പോകാൻ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ അനുവദിച്ചത്. അതിനുശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ 1 മണിക്കൂറിലധികം സമയം അവിടെ പ്രതിഷേധവുമായി അവിടെ കുത്തിയിരുന്നു. പിന്നീട് പോലീസ് എത്തി. മേപ്പാടിയിൽ നിന്നുള്ള 3 ജീപ്പിൽ പോലീസ് എത്തിയതിനെ തുടർന്നാണ് പിന്നീട് അല്പസമയത്തിന് ശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം അവസാനിച്ച് പോയെങ്കിലും പോലീസ് അവിടെ അധിക സമയവും അവിടെ ഉണ്ടായിരുന്നു. ഈ സമയം രഞ്ജിത്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന വിവരം. അതിന് തൊട്ട് പിന്നാലെയാണ് രഞ്ജിത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിലുള്ള ബോർഡ്, അതായത് ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്നുള്ള ബോർഡ് അവിടെ നിന്ന് ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഡ്രൈവർ അത് നീക്കം ചെയ്യുകയും ഈ ഔദ്യോഗിക വാഹനം അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ അധികം ദൂരത്തേക്കൊന്നും കൊണ്ടുപോയിട്ടില്ല. കാരണം അയാൾ അപ്പോൾ തന്നെ ഒരു 2-3 കിലോമീറ്ററിനുള്ളിലെ ആണത് അവിടേക്ക് മാറ്റിയിടുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും അതിനുശേഷം മറ്റൊരു വാഹനത്തിൽ ഈ ഡ്രൈവർ തിരിച്ചു വരികയും ചെയ്തതാണ്. ഈ മറ്റ് വാഹനങ്ങൾ, ഇപ്പോൾ ഒരു ജീപ്പ്, മറ്റു വാഹനങ്ങളെല്ലാം അവിടെ തന്നെയുണ്ട്. സാധാരണ നമുക്കറിയാം ഇത് റിസോർട്ടായി വാടകയ്ക്ക് കൊടുക്കുന്നതൊന്നുമല്ല, രഞ്ജിത്ത് ഗസ്റ്റ് ഹൗസായി ഉപയോഗിക്കുന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പ് രഞ്ജിത്ത് വാങ്ങിയിരിക്കുന്ന ഒരു ഭൂമിയാണത്. രഞ്ജിത്തിൻ്റെ ഒരു സുഹൃത്തും ചേർന്ന് വാങ്ങിയ ഭൂമിയാണത്. അവിടെ ആണ് ഈ ഒരു ഗസ്റ്റ് ഹൗസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ സാധാരണ നിലയിൽ ഈ വാഹനങ്ങളൊന്നും രഞ്ജിത്തിലുണ്ടാകുന്ന സമയങ്ങളിലാണ് സാധാരണ വാഹനങ്ങളൊക്കെ എത്താറുള്ളത്. എന്തായാലും രഞ്ജിത്ത് അതിനുശേഷം ഇനി മറ്റേതെങ്കിലും വഴി, അവിടേക്ക് നേരെ ഉള്ള റോഡ് കൂടാതെ തന്നെ മറ്റൊരു വഴിയിലൂടെ ഒരു സ്റ്റെപ്പുണ്ട്. അതിൽ രഞ്ജിത്ത് നടന്ന് താഴോട്ട് ഇറങ്ങിപ്പോയോ എന്നുള്ളത് നമുക്ക് എന്തായാലും അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം അതിലെ പോയി അതിന് ശേഷം ഈ വാഹനം താഴേക്ക് എത്തിച്ചതാണോ, ഈ പ്രതിഷേധമുണ്ടാകുന്ന കണക്കിലെടുത്ത് ബോർഡ് മാറ്റിവെച്ച ശേഷം ആ വാഹനം താഴോട്ട് ഡ്രൈവർ ഇറക്കിയതാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും രഞ്ജിത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം തന്നെ ഈ ബോർഡ് മാറ്റിയതോടുകൂടി തന്നെ അത് രഞ്ജിത്തിൻ്റെ ഒരു രാജിയിലേക്കുള്ള സൂചനയായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെട്ടത്. ആ രീതിയിൽ തന്നെയാണ് അത് കാണുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് രഞ്ജിത്തിൻ്റെ രാജി ആവശ്യപ്പെട്ട ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് ഉടൻ തന്നെ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. രേണുക, രാജി ഉടൻ ഉണ്ടാകും എന്ന വിവരങ്ങൾ തന്നെയാണ് വരുന്നത്. നേരത്തെ പല ഘട്ടങ്ങളിൽ രഞ്ജിത്തിന്റെ രാജിക്കായി മുറവിളി ഉയർന്നിട്ടുണ്ട് എങ്കിൽ പോലും അപ്പോഴൊക്കെ സംരക്ഷണം ലഭിച്ചിരുന്നത് സർക്കാരിൽ നിന്നാണ്. ആ സംരക്ഷണയിലാണ് അദ്ദേഹം ആ പദവിയിൽ തുടർന്നു വന്നത്. പക്ഷേ ഇപ്പോൾ ബംഗാളി നടിയുടെ ആരോപണത്തിൽ, അതും ലൈംഗിക ആരോപണത്തിൽ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെ വരുന്നു. സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളവർ പോലും ആ രീതിയിലുള്ള പ്രതികരണങ്ങളും ആവശ്യങ്ങളും മുന്നോട്ട് വെക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായാലും തുടരുക. രണ്ടുപേരും ചില പ്രതികരണങ്ങൾ കൂടി കണ്ടതിന് ശേഷം ഞാൻ നിങ്ങളിലേക്ക് തിരിച്ചെത്താം. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഉയരുകയാണ്. പ്രതിപക്ഷത്തിന് പുറമെ ഭരണപക്ഷത്തു നിന്നും ചലച്ചിത്ര അക്കാദമിയിൽ നിന്നും ഇതേ ആവശ്യം ഉയർന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, CPI നേതാവ് ആനി രാജ തുടങ്ങിയവർ രാജി ആവശ്യവുമായി രംഗത്ത് വന്നു. ശ്രീ രഞ്ജിത്ത് എന്റെ കൂടെ സ്നേഹിതനാണ്. അദ്ദേഹം ഈ സ്ഥാനം അദ്ദേഹം ഒഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒഴിയണമെന്നാണ് ഒരു സ്നേഹിതൻ എന്നുള്ള നിലയിൽ, ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. അദ്ദേഹം ഒഴിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സജി ചെറിയാൻ ഈ സ്ഥാനം ഒഴിയുന്നതായിരിക്കും നല്ലത്. അദ്ദേഹം ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല. അദ്ദേഹം സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി, നിയമപരമായ ബാധ്യതയിൽ നിന്ന്, ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തുവിട്ടപ്പോൾ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിൽ നിന്നും സർക്കാർ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ആ റിപ്പോർട്ടിൽ കൃത്രിമം വരുത്തി. ഈ 3 കാര്യങ്ങൾ ചെയ്ത സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ രാജിവെച്ച് പുറത്തു പോകണം എന്നാണ് എന്റെ അഭ്യർത്ഥന. രഞ്ജിത്തിനെതിരായ ആരോപണങ്ങളിൽ സംസ്ഥാന സർക്കാർ ഉടൻ നടപടികൾ എടുക്കണമെന്ന് സംസ്ഥാന പ്രസിഡന്റും ചലച്ചിത്ര അക്കാദമി അംഗവുമായ N. അരുൺ ആവശ്യപ്പെട്ടു. പരാതിയുടെ വ്യാപ്തിയെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. അത്യന്തം സങ്കീർണമായ വിഷയമാണ്. അതിനേക്കാൾ ഉപരി കേരളത്തിന് തന്നെ അപമാനകരമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ ഒരു അർത്ഥത്തിലുള്ള ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. AIYF ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞിട്ടുണ്ട്. രഞ്ജിത്തിന്റെ അക്കാദമി ചെയർമാൻഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ AIYF അഭിപ്രായം പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. അനുചിതമായ പ്രസ്താവനയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത്തരത്തിലൊരു പ്രസ്താവന അദ്ദേഹം നടത്താൻ പാടില്ലായിരുന്നു. നമ്മൾ ഈ വിഷയത്തിൽ സംസ്ഥാന കമ്മിറ്റിയുടെ അഭിപ്രായം ഇതിനോടൊപ്പം തന്നെ ഞാനും സംസ്ഥാന സെക്രട്ടറി ജിസ്മോൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു ആവശ്യപ്പെടലിന് മുമ്പേ തന്നെ തീരുമാനമെടുക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. AIYF സംസ്ഥാന പ്രസിഡന്റും ചലച്ചിത്ര അക്കാദമി അംഗവുമായ N. അരുണാണ് രാജി ആവശ്യവുമായി രംഗത്ത് വന്നത്.
രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നത് ധാർമ്മികമായി ശരിയല്ലെന്ന് അക്കാദമി അംഗം മനോജ് ഖാനയും അഭിപ്രായപ്പെട്ടു. ബംഗാൾ നടിയുടെ ആരോപണം ഗൌരവമുള്ളതാണ്. സിനിമയുടെ പേരും വർഷവും നടി വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇനി നടപടിയാണ് വേണ്ടതെന്നും മനോജ് ഖാന പറഞ്ഞു. അല്ല, ആരോപണം വളരെ ഗൗരവപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. എത്രയോ വർഷം മുമ്പ് നടന്നിട്ടുള്ള ഒരു സിനിമയുടെ പേരും അതിൻ്റെ ഡയറക്ടറുടെ പേരും എല്ലാം വളരെ കൃത്യമായി നടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവർക്കുണ്ടായ അനുഭവം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വളരെ ഗൗരവമായി തന്നെയാണ് ഞാനൊക്കെ കാണുന്നത്. അപ്പോൾ ഇങ്ങനൊരു ആരോപണം അല്ലെങ്കിൽ ഇങ്ങനൊരു സംഗതി വന്ന സ്ഥിതിക്ക് ആ സ്ഥാനത്ത് തുടരണോ വേണ്ടയോ അത് തെളിയിക്കപ്പെടട്ടെ എന്നൊക്കെ നിശ്ചയിക്കേണ്ടത് ശ്രീമാൻ രഞ്ജിത്ത് സാറാണ്. അദ്ദേഹം ഇനി ഇത് തെളിയിക്കപ്പെടുന്നത് വരെ ഞാൻ ഈ സ്ഥാനത്ത് ഇരിക്കുന്നില്ല എന്ന് തീരുമാനിക്കേണ്ടതും അദ്ദേഹമാണ്. അതിലിപ്പോൾ നമുക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ല. രേഖാമൂലം പരാതി ലഭിക്കാതെ രഞ്ജിത്തിനെതിരെ നടപടിയില്ലെന്ന് മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയിലും കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത്. ആരോപണത്തിന്റെ പേരിൽ നടപടിയെടുക്കാനാകില്ലെന്നായിരുന്നു മന്ത്രിയുടെ ആദ്യ പ്രതികരണം. അദ്ദേഹത്തെ പറ്റി പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും പരാതി ഉന്നയിക്കാനുണ്ടെങ്കിൽ രേഖാമൂലം തന്നാൽ ശക്തമായ നടപടി അക്കാര്യത്തിൽ ഗവൺമെന്റ് എടുക്കുമെന്ന് നേരത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ. അത് സംബന്ധിച്ച് അന്വേഷിക്കാതെ എനിക്ക് പറയാൻ പറ്റുമോ ഈ കാര്യത്തിൽ എന്തെങ്കിലും വസ്തുത ഉണ്ട്? അത് അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് പൂർണ്ണമായി നിഷേധിച്ചിരിക്കുകയാണ്. അപ്പൊ പിന്നെ അത് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊടുത്തോളുക. നമ്മുടെ നിലപാടുകളാണ് നമ്മൾ വ്യക്തമായിട്ട് ഈ അവസരങ്ങളിലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരസ്യമായി ഒരാളൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു, പരസ്യമായി തന്നെ ആരോപണത്തിന് വിധേയനായ ആൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അത് സംബന്ധിച്ചിടത്തോളം പരാതി ഉണ്ടെങ്കിൽ ആ പരാതി മാത്രമാണ് ഈ ഗവൺമെന്റിന്റെ മുമ്പിൽ, നിയമത്തിന്റെ മുമ്പിൽ നമുക്ക് പരിശോധിക്കപ്പെടേണ്ടത്. ആ കാര്യം വന്നാൽ പരിശോധിക്കപ്പെടുമെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അസംദിഗ്ധമായി പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ഈ കാര്യത്തിലൊന്നും ഒരു സംശയം വേണ്ട. ഈ ഗവൺമെന്റ് ഈ കേരളത്തിൽ ഒരു കാര്യം വ്യക്തമാക്കിക്കോ, മനസ്സിലാക്കിക്കോണം. സ്ത്രീ സംരക്ഷണത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ്. അദ്ദേഹം ആ ചുമതല നിർവഹിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമാണ്. അത് സംബന്ധിച്ച് രാഷ്ട്രീയമായി തീരുമാനിക്കുന്നത്. അത് ബന്ധപ്പെട്ട പാർട്ടിയാണ് ആ കാര്യം ആലോചിക്കേണ്ടത്. അദ്ദേഹത്തെ പറ്റി ഉന്നയിച്ച ആരോപണത്തെ പറ്റി എന്തെങ്കിലും വസ്തുത ഉണ്ടെങ്കിൽ ആ കാര്യം CPIM എന്ന് പറഞ്ഞൊരു പാർട്ടി പരിശോധിക്കാതിരിക്കില്ല. ആ കാര്യത്തിൽ രാഷ്ട്രീയമായ തീരുമാനം അന്നേരം ഉണ്ടാവും. രഞ്ജിത്തിനെ ന്യായീകരിച്ചതിലൂടെ സാംസ്കാരിക മന്ത്രിയുടെ സ്ത്രീ വിരുദ്ധത വ്യക്തമായെന്നും സജി ചെറിയാൻ രാജിവെക്കണമെന്നും നടി സാന്ദ്ര തോമസ് ആവശ്യപ്പെട്ടു. വിവാദമായതോടെ നിലപാട് മയപ്പെടുത്തി മന്ത്രി സജി ചെറിയാൻ രംഗത്തുവന്നു. തെറ്റ് ആര് ചെയ്താലും സംരക്ഷിക്കില്ലെന്നും രഞ്ജിത്തിനെതിരെയുള്ള ആരോപണം തെളിഞ്ഞാൽ നടപടി ഉറപ്പെന്നുമായിരുന്നു ഫേസ്ബുക്കിലൂടെ മന്ത്രിയുടെ പിന്നീടുള്ള വിശദീകരണം. ബംഗാളി നടിക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് മന്ത്രി വീണ ജോർജും ആരോപണത്തിൽ നിജസ്ഥിതി പരിശോധിക്കണമെന്ന് മന്ത്രി ആർ ബിന്ദുവും പ്രതികരിച്ചു. ഈ ആരോപണം ഉന്നയിച്ച വ്യക്തി ആക്ട്രസിന് പരാതിപ്പെടാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കും. അതിനുള്ള എല്ലാവിധമായിട്ടുള്ള പിന്തുണയും പരാതി വിടുന്നതിനും ആ പരാതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള പിന്തുണയും അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണവും ഒരുക്കും. അല്ല, ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരു കാര്യമേ ഉള്ളൂ. അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ. ഇതിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ഹേമ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ മുന്നിൽ ഉള്ള വിഷയങ്ങളിൽ അതിൽ വളരെ കൃത്യമായ നിലപാടുകൾ എടുത്ത് തന്നെ സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്, മുന്നോട്ട് പോവുകയും ചെയ്യും. തെറ്റ് ചെയ്തിട്ടുള്ള ഒരാളെയും സർക്കാർ സംരക്ഷിക്കില്ല. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ പരാതി, ഈ ആക്ഷേപം ഉന്നയിച്ച ആക്ട്രസിന് ആ പരാതി ഉന്നയിക്കുന്നതിനും ഔപചാരികമായി ഉന്നയിക്കുന്നതിനും അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള പിന്തുണ നൽകും. അത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആ രീതിയിലുള്ള പിന്തുണ തീർച്ചയായിട്ടും ഉണ്ടാകും. ചലച്ചിത്ര മേഖലയിൽ നിലനിൽക്കുന്ന പല രൂപത്തിലുള്ള വിവേചനങ്ങളും അവസാനിപ്പിക്കാൻ സഹായകരമായിട്ടുള്ള ഒരു ഡോക്യുമെന്റാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അത് മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതിന് നിയമപരമായിട്ടുള്ള എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് അതിന്റെ ശരിമയിൽ നിലനിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സിനിമയിൽ അല്ലെങ്കിൽ മറ്റു മേഖലയിൽ തൊഴിലെടുത്ത് ജീവിക്കുമെന്ന് നട്ടെല്ലോടെ പ്രഖ്യാപിക്കാൻ തയ്യാറുള്ള നടിമാരാണ് WCCക്ക് നേതൃത്വം നൽകുന്നത്. അപ്പോൾ WCCയുമായിട്ട് ആദ്യം ഒരു ആശയവിനിമയം നടത്തിയ ശേഷം ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന
രഹസ്യമായിട്ട് മൊഴി നൽകിയിട്ടുള്ള വ്യക്തികളുടെ കൂടെ അഭിപ്രായ പ്രകാരം മാത്രമേ സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. മന്ത്രി സജി ചെറിയാന്റെയും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന്റെയും രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ്. വയനാട് മുട്ടിലെ രഞ്ജിത്തിന്റെ ഗസ്റ്റ് ഹൌസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു. രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടത്. മന്ത്രി സജി ചെറിയാന്റെ വസതിക്ക് മുന്നിലായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. ഔദ്യോഗിക വസതിക്ക് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. ചെങ്ങന്നൂരിൽ BJP പ്രവർത്തകരും മന്ത്രിയുടെ കോലം കത്തിച്ചു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് DGPക്ക് പരാതി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബീം വർക്കിയാണ് പരാതി നൽകിയത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് മാറി നിൽക്കണമെന്ന് നടി ഉർവശി ആവശ്യപ്പെട്ടു. ആരോപണം ഞെട്ടിക്കുന്നതാണെന്നും ദുരനുഭവം നേരിട്ട നടിക്കൊപ്പം സർക്കാർ നിൽക്കണമെന്നും ഉർവശി പറഞ്ഞു. ന്യൂസ് 18നോടായിരുന്നു ഉർവശിയുടെ പ്രതികരണം. ഒരു സ്ത്രീക്കും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് അന്യ സംസ്ഥാനത്ത് നിന്ന് നമ്മളെ വിശ്വസിച്ച് ഇവിടെ വന്ന ഒരു നടിക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഒരു ഗുരുതര പ്രശ്നമായിട്ട് കണക്കാക്കണമെന്ന് തന്നെയാണ് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇത് തമിഴിലുള്ള പല ആർട്ടിസ്റ്റുകളും, ഞാൻ തമിഴും തെലുങ്കും കന്നഡമൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളല്ലേ, ഓരോ സംസ്ഥാനത്ത് നിന്നുള്ളവർ എന്നെ ഫോൺ ചെയ്യുകയും ഇതെന്താ ഇതിങ്ങനെ നിങ്ങളുടെ സ്റ്റേറ്റിൽ വന്ന് സേഫായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ലേ, നിങ്ങളൊക്കെ ഇത്രയും വർഷം എങ്ങനെ ഇവിടെ വർക്ക് ചെയ്തു എന്നുള്ള ചോദ്യം സ്വാഭാവികം മറ്റ് മാധ്യമപ്രവർത്തകരും ചോദിക്കും. അപ്പൊ തീർച്ചയായിട്ടും നമ്മളും അവരോട് പറയുന്നത് ഞങ്ങളുടെ സർക്കാർ അതിന് നല്ല നടപടി കൈക്കൊള്ളും എന്നാണ്. ഞാൻ പറഞ്ഞത് ഇത്രയും പേര് പറഞ്ഞ് സർക്കാരിനെ വെട്ടിലാക്കുമ്പോൾ രഞ്ജിത്ത് അതിന് ഇട കൊടുക്കാതെ കുറച്ച് മാറി നിന്ന്, തൽക്കാലത്തേക്കൊന്ന് മാറി നിന്ന് ഞാൻ ആരോപണങ്ങളെ നേരിട്ടുകൊള്ളാം എന്ന് പറയുന്നതാണ് ബുദ്ധി എന്നാണ് ഞാൻ പറഞ്ഞത്. രഞ്ജിത്ത് അന്വേഷണം നേരിടണമെന്ന് നടി ഉഷ. പരാതി നൽകാൻ നടി തയ്യാറാകണം, ഇല്ലെങ്കിൽ ആരോപണം മാഞ്ഞു പോകും. വനിതകളുടെ പ്രശ്നത്തിൽ ഇടപെടുന്നവരെ താരസംഘടന മുന്നോട്ട് കൊണ്ടുവരണം. ജഗദീഷ് പറഞ്ഞതിൽ സന്തോഷം തോന്നിയെന്നും ഉഷ പറഞ്ഞു. ആ സാഹചര്യം നേരിട്ട് അനുഭവിച്ച സ്ത്രീകളാണ് പറഞ്ഞിട്ടുള്ളത്, ഹേമ കമ്മിറ്റിയിലും പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ ബംഗാളി ആക്ട്രസ് പറഞ്ഞതും അവർക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ബൈറ്റും അദ്ദേഹം പറഞ്ഞ വോയിസ് റെക്കോർഡും ഞാൻ കേട്ടതാണ്. രഞ്ജിത്ത് എന്ന് പറയുന്ന ആള് വലിയൊരു പോസ്റ്റിലിരിക്കുന്ന ഒരാളാണ്, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിട്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഗുരുതരമായിട്ടൊരു ലേഡി ആക്ട്രസ് ആരോപണം പറയുമ്പോൾ തീർച്ചയായിട്ടും ഇനി ആരായാലും ആ സ്ഥാനത്തിരിക്കുന്ന ആൾ മാറുന്ന അന്വേഷണത്തെ നേരിടണം. അവർ പരാതി കൊടുക്കണം, അന്വേഷണത്തിന് നേരിടേണ്ടതാണ്. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ജഗദീഷ് ചേട്ടൻ എപ്പോഴും എല്ലാ കാര്യത്തിലും ജഗദീഷ് ചേട്ടൻ അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുക. എന്ത് കാര്യം എടുത്താലും ജഗദീഷ് ചേട്ടൻ അങ്ങനെ തന്നെയാണ് എൻ്റെ അനുഭവത്തിൽ. അപ്പോൾ ജഗദീഷ് ചേട്ടൻ്റെ ഒരു പ്രസ്താവന ഭയങ്കര സന്തോഷം തോന്നി. നേരെ വിപരീതമായിട്ടാണ് ജഗദീഷ് ചേട്ടൻ സംസാരിച്ചത്. രഞ്ജിത്തിനെ തള്ളാതെ സംവിധായകൻ ഷാജി കൈലാസ്. ആരോപണത്തിൽ സത്യം എന്തെന്നറിയില്ല, ഇക്കാര്യത്തിൽ രഞ്ജിത്ത് പ്രതികരിച്ചു കഴിഞ്ഞു. നിയമത്തിന് മുൻപിൽ വരുമ്പോഴാണ് കാര്യങ്ങൾക്ക് വ്യക്തത ലഭിക്കുകയെന്നും ആരോപണങ്ങൾ അന്തരീക്ഷത്തിലാണെന്നും ഷാജി കൈലാസ് ന്യൂസ് 18നോട് പറഞ്ഞു. ഞാൻ എന്ത് പ്രതികരിക്കുക, അയാളല്ലേ പ്രതികരിച്ചു, അയാൾ പ്രതികരിച്ചു കഴിഞ്ഞല്ലോ.
സാർ പരാതി ഇപ്പം ഞാൻ ഇതാണ് പറയുന്നത്, എനിക്കൊന്നും പറയാൻ പറ്റുന്ന അവസ്ഥയാണ്. ആരെന്താണ്, നമുക്ക് സത്യം എന്താണ്, നല്ലത് എന്താണെന്ന് നമുക്കറിയത്തില്ല. ഇതൊക്കെ ക്ലിയർ ആയിട്ട് വരുമ്പോൾ എന്നൊരു നിയമമുണ്ടല്ലോ, ആ നിയമത്തിന്റെ ഫ്രണ്ടിൽ വരുമ്പോഴല്ലേ ഇത് ക്ലാരിറ്റി കറക്റ്റ് ആവുള്ളൂ. അല്ല ഇപ്പോൾ എല്ലാം എയറിലല്ലേ, ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ മൊത്തം എയറിൽ നിൽക്കുകയാണ്. അപ്പോൾ അതൊന്ന് ലാൻഡ് ചെയ്യട്ടെ, ലാൻഡ് ചെയ്തിട്ട് ആരുടെ പേരിലാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ കേസ് കൊടുക്കട്ടെ, കേസ് കൊടുക്കും തിരിച്ച് കേസ് കൊടുക്കട്ടെ, അങ്ങനെ കേസുകളായിട്ട് വരട്ടെ. ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞത് സംഭവം എന്താണ് സംഭവം എന്ന് പിടികിട്ടില്ല. എന്തൊക്കെയോ സംഭവം നടക്കുന്നു, എല്ലാവരും പ്രശ്നത്തിലായിരിക്കുകയാണ്, എന്താണെന്ന് പിടിയില്ല.